പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി ശ്രീമതി ശാരദാ മുരളീധരൻ 2024 ഓഗസ്റ്റ് 31 ചുമതലയേൽക്കും. വൈകിട്ട് 3:30 സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ചീഫ് സെക്രട്ടറിയും ഭർത്താവുമായ ഡോക്ടർ വി വേണുവിൽ നിന്ന് ചുമതലയേൽക്കും. ഇത് സെക്രട്ടേറിയറ്റ് ചരിത്രത്തിലെ ഒരു അപൂർവ നിമിഷമാണ്. ഭർത്താവ് സ്ഥാനമൊഴിയുകയും അതേ സ്ഥാനത്ത് ഭാര്യ എത്തുകയും ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് ചരിത്രത്തിൽ ആദ്യമാണ്. ഇതിനു മുന്നേ ഭാര്യയും ഭർത്താവും ചീഫ് സെക്രട്ടറിമാരായിരുന്ന ചരിത്രവുമുണ്ട്. ശ്രീ വി രാമചന്ദ്രൻ, ശ്രീമതി പത്മ രാമചന്ദ്രൻ, അതുപോലെ ശ്രീ ബാബു ജേക്കബ്, ശ്രീമതി ലിസി ജേക്കബ് എന്നീ IAS ദമ്പതികൾ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഭർത്താവിന് തൊട്ടു പിന്നാലെ ഭാര്യയും അതേ കസേരയിലെത്തുന്നത് അപൂർവമാണ്. ആ നിമിഷങ്ങളിലേക്ക് പോകാം. സഹോദരി സഹോദരന്മാർ, ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. നാളെയാണ് യഥാർത്ഥ വിരമിക്കൽ. ഇദ്ദേഹം ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ തന്നെയാണ് അദ്ദേഹം. അതേസമയം കലാകാരനാണ്, നാടക കലാകാരനാണ്. ഉദ്യോഗസ്ഥ പ്രമുഖരെന്ന നിലക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാവുന്നതുമാണ്. ഇങ്ങനെ പല നിലകളിൽ ശ്രദ്ധേയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. വളരെ അപൂർവം സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ബഹുമുഖമായ പ്രവർത്തന രീതികൾ, കഴിവുകൾ കാണാൻ കഴിയുകയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കലയോടുള്ള ആഭിമുഖ്യം ഉദ്യോഗസ്ഥ പ്രമുഖൻ എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഒരു ഘട്ടത്തിലും തെല്ലും ബാധിച്ചിട്ടില്ല. അത് പ്രത്യേക ശ്രദ്ധയോടെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. മാത്രമല്ല, കലയോടുള്ള ആഭിമുഖ്യം ടൂറിസം പോലുള്ള വകുപ്പുകളെ നയിക്കുന്നതിന് പൊതുവെ ഗുണകരമായി മാറുകയും ചെയ്തിരുന്നു. അത്തരം വകുപ്പുകൾക്ക് ജനപ്രിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ, അതേപോലെ തന്നെ അതിനുതകും വിധമുള്ള പേരുകൾ നൽകുന്നതിലെല്ലാം വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രത്യേകത ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് വസ്തുത. ഡോക്ടർ എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം സിവിൽ സർവീസിലെത്തിയതിന് ശേഷവും
ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ലീവ് എടുത്ത് പോയിട്ട് സർജറി നടത്തുന്ന ഒരാൾ. അദ്ദേഹം ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിഞ്ഞു, ഇപ്പോൾ നമ്മളെ കൂടെ ഇല്ല. അല്ല, ഇപ്പം നമ്മളെ കൂടെ ഇല്ല എന്ന് വെച്ചാൽ സർവീസിലില്ല. അങ്ങനെ ഒരു ഡോക്ടർ നമുക്കുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ വേണുവിൻ്റെ ഈ പറഞ്ഞ കാര്യം ഒരു സമരഘട്ടമാണ്. ഡോക്ടർമാരെല്ലാം സമരം നടത്തുന്ന ഘട്ടം. അപ്പോൾ മൂവാറ്റുപുഴയിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ സബ് കളക്ടറായി ഡോക്ടർ വേണു പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടെ ചികിത്സ കിട്ടാതെ വലഞ്ഞ രോഗികൾക്ക് അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ പണിമുടക്കിയ ഒരവസ്ഥ വന്നപ്പോൾ ആ വിഷമം മനസ്സിലാക്കി നേരത്തെ അഴിച്ചു വെച്ച സ്റ്റെതസ്കോപ്പ് വീണ്ടും ഡോക്ടർ വേണു എടുത്തു. അത് ആ OP വിഭാഗത്തിൽ അന്നെത്തിയ 50ഓളം രോഗികൾക്ക് ഉപകാരമായി എന്ന് കേട്ടിട്ടുണ്ട്. അതൊരു തരത്തിലും ആ സമരം പൊളിക്കാനായിരുന്നില്ല, ഈ വിഷമം അനുഭവിക്കുന്ന രോഗികൾക്ക് ആശ്വാസം കൊടുക്കാനായിരുന്നു അദ്ദേഹം വീണ്ടും സ്റ്റെതസ്കോപ്പ് എടുത്തത്. MBBS ബിരുദധാരി ഡോക്ടറായതിനു ശേഷം IAS എത്തുന്നത് കേരളത്തിൻ്റെ അവസ്ഥയെടുത്താൽ രണ്ടാമത്തെ ആളാണ് ഡോക്ടർ വേണു എന്നാണ് തോന്നുന്നത്. ആദ്യം ഡോക്ടർ ആശാ തോമസ് ആ രീതിയിൽ ഇവിടെ എത്തിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ആശാ തോമസിൻ്റെതല്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കട്ടെ, അത് വേറൊരാളാണ്. നിലവിൽ സർവീസിൽ നിരവധി ഭാര്യാഭർത്താക്കന്മാരുണ്ട്, ഉണ്ടായിട്ടുമുണ്ട്. ചിലരൊക്കെ കലക്ടർ ചുമതല പരസ്പരം കൈമാറിയിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും വ്യത്യസ്ത കാലങ്ങളിൽ വകുപ്പുകളുടെ തലപ്പത്തെത്തുകയും ചീഫ് സെക്രട്ടറിമാരാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ചീഫ് സെക്രട്ടറി ചുമതല കൈമാറപ്പെടുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. അത് ഡോക്ടർ വേണു ശാരദാ മുരളീധരനുമാണ്. ആ ഒരു സവിശേഷത കൂടി ഈ യാത്രയയപ്പ് സമ്മേളനത്തിനുണ്ട്. ഡോക്ടർ വേണുവിൻ്റെ പ്രാധാന്യം കേരളം കൂടുതലായി അറിഞ്ഞത് ദുരന്തമുണ്ടായ വേളകളിലാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ടാവില്ല. ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ ഏകോപനങ്ങൾക്ക് അദ്ദേഹം നൽകിയ നേതൃത്വം നാടാകെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഉരുൾപൊട്ടലിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ അതിൻ്റെ ഗൗരവം ഒട്ടും ചോരാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വിശദമാക്കി കൊടുക്കുന്ന ഡോക്ടർ വേണുവിനെ കേരളം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. 2018 പ്രകൃതി ദുരന്തമുണ്ടായപ്പോഴും ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഡോക്ടർ വേണു ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. പുനരധിവാസ സജ്ജമാക്കി അന്നത്തെ ദുരന്ത ബാധിത പ്രദേശങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ, പുനരധിവാസം സാധ്യമാക്കുന്നതിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിൽ, എല്ലാറ്റിലുമുപരി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിനെ നയിക്കുന്നതിൽ എല്ലാം അർപ്പണബോധത്തോടെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അന്ന് പുനർനിർമ്മാണത്തിനുള്ള ലോകബാങ്ക് സഹായം വിജയകരമാം വിധം ചർച്ച ചെയ്തുറപ്പിക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച നയരേഖകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാതൃകാപരമായാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഈ രീതിയിലുള്ള പ്രവർത്തന രീതി നമ്മുടെ സിവിൽ സർവീസ് മേഖലയിലും മറ്റും കടന്നു വരുന്ന
നമ്മുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും മാതൃകയാക്കാവുന്നതുമാണ്. ശ്രീ വേണുവിന് കലയോടുള്ള ആഭിമുഖ്യത്തെക്കുറിച്ച് നേരത്തെ പറയുകയുണ്ടായി. ഇത് നാടിന് വലിയ തോതിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. 2007-2011 ഘട്ടത്തിൽ സാംസ്കാരികാര്യ വകുപ്പ് സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ആ സന്ദർഭത്തിലാണ് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള ആരംഭിക്കാൻ നമുക്കായത്. കേരളം എന്ന പുതിയ മ്യൂസിയം സ്ഥാപിക്കുന്നതിലും പ്രധാന പങ്ക് ഡോക്ടർ വേണു വഹിച്ചിരുന്നു. അപെക്സ് സാംസ്കാരിക സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, ആർക്കൈവുകൾ, മ്യൂസിയങ്ങൾ ഇവയുടെയെല്ലാം ചുമതലയുള്ള കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായും ശ്രീ വേണു പ്രവർത്തിച്ചിട്ടുണ്ട്. നാഷണൽ മ്യൂസിയത്തിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന നിലയിൽ ദേശീയ മ്യൂസിയത്തിൻ്റെ പുനരുജ്ജീവനത്തിനായി പ്രവർത്തിച്ച് പല പുതിയ പ്രോജക്റ്റുകളും കേരളത്തിലേക്ക് കൊണ്ടുവരാനും മ്യൂസിയം പ്രവർത്തനം അക്കാദമിക് സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കി കൂടുതൽ ചൈതന്യവത്താക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മ്യൂസിയങ്ങളും ആർക്കൈവുകളും നവീകരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ മൗലികമായ ചിന്ത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും തന്ത്രപ്രധാനമായ പല പദവികളിലും സേവനമനുഷ്ഠിച്ച IAS ഓഫീസറാണ് ഡോക്ടർ വേണു. സർക്കാർ നയങ്ങൾക്കനുസൃതമായി വിവിധ പദ്ധതികൾ രൂപപ്പെടുന്നതിൽ അവ വിജയകരമായി നടപ്പാക്കുന്നതിലൊക്കെ വലിയ ശുഷ്കാന്തിയും താല്പര്യവുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ട്രാവൽ മാർട്ടായ കേരള ട്രാവൽ മാർട്ട് ശ്രീ വേണുവിൻ്റെ ആശയമായിരുന്നു. ടൂറിസം സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ച ഘട്ടത്തിൽ വിനോദസഞ്ചാര ലോക ഭൂപടത്തിലെന്ന് പറയാം കേരളത്തിന് മികവുറ്റ സ്ഥാനം കൈവന്ന കാര്യവും പ്രത്യേകം കാണേണ്ടതാണ്. ഇൻക്രെഡിബിൾ ഇന്ത്യ ക്യാമ്പയിൻ, റെസ്പോൺസിബിൾ ടൂറിസം ഇവയിലെല്ലാം ശ്രീ വേണുവിൻ്റെ വ്യക്തിമുദ്ര പതിഞ്ഞു നിൽപ്പുണ്ട്. കേരളത്തിൻ്റെ തീരദേശ പരിപാലന പദ്ധതി തയ്യാറാക്കുന്നതിൽ മേൽനോട്ടം വഹിച്ച ശ്രീ വേണു CRZ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വിഭാഗത്തിൻ്റെ തലപ്പത്തുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിലും സംസ്ഥാന കാലാവസ്ഥ അഡാപ്റ്റേഷൻ മിഷൻ സ്ഥാപിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിച്ചത്. 50ഓളം നാടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഷേക്സ്പിയറുടെ മാക്ബത്തിലെ ഡങ്കൻ രാജാവിനെ വേദിയിൽ തെളിമയോടെ അവതരിപ്പിച്ച് കയ്യടി വാങ്ങിയിട്ടുള്ള കലാകാരനാണ് ശ്രീ വേണു എന്നത് അധികം പേർക്ക് അറിയാമെന്ന് തോന്നുന്നില്ല. വിജയ് ടെണ്ടുൽക്കറുടെ സഗരം ബൈൻഡറിലെ ഷിൻഡെ, അയ്യപ്പ പണിക്കരുടെ പാളങ്ങളിലെ അധികാരി, ഭഗവതജൂഗത്തിലെ യമരാജൻ തുടങ്ങിയ വേഷത്തിലും ഈ ചീഫ് സെക്രട്ടറി തിളങ്ങിയിട്ടുണ്ട്. കലാപ്രവർത്തനവും ഭരണപ്രവർത്തനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സെക്രട്ടേറിയറ്റിലെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് പൊതുസമൂഹത്തിൻ്റെ ചുമരുകളില്ലാത്ത വിശാലതയിലേക്ക് ശ്രീ വേണുവിനെ കേരളം സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, സിവിൽ സർവീസിലെ എൻ്റെ സഹപ്രവർത്തകരെ, സെക്രട്ടേറിയറ്റിലെ എൻ്റെ മറ്റ് സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഈ സമയത്ത് നിൽക്കുമ്പോൾ
സമ്മിശ്ര വികാരങ്ങളാണ് മനസ്സിലൂടെ പോകുന്നത്. ഒരു ഭാഗത്ത് വലിയ ഒരു ഭാരം ഇറക്കി വെക്കുന്നതിൻ്റെതായ ഒരു സുഖം പതുക്കെ പതുക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇത്രയും വർഷം കൈകാര്യം ചെയ്ത ഒരു ലോകത്ത് നിന്നും അത്ര പരിചിതമല്ലാത്ത ഒരു സ്വകാര്യ വ്യക്തിയുടെ ലോകത്തിലേക്ക് പോകുമ്പോഴുള്ളൊരു അങ്കലാപ്പും മനസ്സിലുണ്ട്. ഈ കാലം അത്രയും സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചപ്പോൾ നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യം ഇതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് അതിന് മുൻപുള്ള 1-2 മാസം എല്ലാവരും ഒരല്പം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഒരല്പം സമയം എടുത്ത് പഴയ സുഹൃത്തുക്കളെ കാണാനും ഓർമ്മകൾ അയവിറക്കാനും എല്ലാം ഉള്ളൊരു സൗകര്യമുണ്ടാവും. ലീവുകൾ ബാക്കിയുണ്ടെങ്കിൽ ലീവ് എടുക്കാം. ലീവ് പ്രിപ്പയറട്ടറി ടു റിട്ടയർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ റിട്ടയർമെൻറ്റിന് മുമ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ലീവാണ്. ഇവിടെ ലീവ് പോയിട്ട് 1 മണിക്കൂർ നമുക്ക് മാറ്റിയിടാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിലൊരു അടിയന്തരം വരുന്നു സാർ, ഒരു പരിപാടി വരുന്നുണ്ട്, ആ പരിപാടി എങ്ങനെ നടത്തുന്നു പോലും ആലോചിക്കാൻ സമയമില്ലാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു വലിയ ടീമിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചപ്പോൾ ആ ദൗത്യത്തിനാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം പോലും ആലോചിക്കുന്നില്ല. നാളെ രാവിലെ 9 മണിക്ക് എൻ്റെ അവസാനത്തെ റിവ്യൂ മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ എന്തെല്ലാം ദൗത്യങ്ങൾ, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ, ചുമതലകൾ ഓരോ ആളെയും ഏൽപ്പിക്കണം എന്ന് ഇവിടെ ഒരു നമ്മുടെ വയനാട് കളക്ടർ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. കാരണം ദിവസേന രാവിലെ അല്പം ശുണ്ഠിയോടുകൂടി മേഘശ്രീയോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനമില്ല എന്ന രീതിയിലായിരുന്നു കുറച്ച് നാളായിട്ട്. നമ്മൾ മേഘശ്രീക്കും ഒരു അല്പം ആശ്വാസം ഉണ്ടാവും, ഇതോട് കൂടിയിട്ട് ഈ പ്രശ്നം തീരുമെന്നുള്ളത്. സർ, 34 വർഷത്തെ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ സർവീസിൽ ആ അവസാന ദിവസം അങ്ങയുടെ വായിൽ നിന്നും, അങ്ങയുടെ സ്വരത്തിൽ ഈ നല്ല വാക്കുകൾ കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ എപ്പോഴും ഓർത്തിരിക്കാൻ പോകുന്ന ഓരോ വാക്കുകളും അത് ഞാൻ എപ്പോഴും അയവിറക്കാൻ പോകുന്ന വാക്കുകളാണ്. എനിക്കറിയാം എല്ലാവർക്കും വേണ്ടിയും അങ്ങ് സംസാരിച്ചു. ഞാൻ പുറകോട്ട് ഓർക്കുമ്പോൾ നമുക്കറിയാതെ തന്നെ സർവീസിൽ നമുക്ക് ഗുരുക്കളുണ്ടായി വരും. അപ്പം ഞാൻ എൻ്റെ പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യം നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളായ പലരുടെയും കൂടെ, പലരുടെയും കാൽക്കൽ നിന്നുകൊണ്ട് പഠിക്കാനും ജോലി ചെയ്യാനുമൊക്കെ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട നമുക്കെല്ലാവർക്കും കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്തായ നായനാർ സാറിനെയാണ്. ഒരു ഉദ്യോഗസ്ഥനെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും എടോ എടാ എന്നൊക്കെ വിളി കേൾക്കാനുള്ള ഭാഗ്യം എനിക്കാണ് സിദ്ധിച്ചിട്ടുള്ളത്. അത്രയും സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരാളെ പോലെ എന്നെ കരുതിക്കൊണ്ട് എനിക്ക് അദ്ദേഹം വാരിക്കോരി തന്നതാണ് ആ സ്നേഹം. പക്ഷേ അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഇന്നത്തെ നോർക്ക ആരംഭിച്ചത് ഇവിടെ അന്ന് എൻ്റെ കൂടെ പ്രവർത്തിച്ചവരാരും ഇവിടെ ഇല്ല. അവരെക്കാളൊക്കെ കൂടുതൽ സമയം ഞാൻ സർവീസിലുള്ളതുകൊണ്ട് അവരൊക്കെ റിട്ടയർ ചെയ്ത് പോയി. പക്ഷേ നോർക്ക എന്ന ഇത് ആരംഭിച്ചത് ഒരു ചെറിയ ഒരു മുറിയിൽ, ഒരു കുടുസ് മുറിയിൽ ഈ സെക്രട്ടേറിയറ്റിലാണ്. അങ്ങനെയാണ് ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത്. 96-ൽ അദ്ദേഹം ഏൽപ്പിച്ചു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ നമ്മുടെ പുറത്തുള്ള പാവങ്ങൾക്കൊന്നും കാര്യമായിട്ട് ആരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, നീ ഒരു കാര്യം ചെയ്യുക, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നത്. ഇതേ വാക്കുകളിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോർക്ക എന്ന ഒരു വകുപ്പിൻ്റെ ആ അക്ഷരങ്ങൾ എഴുതാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ രൂപകൽപ്പനയ്ക്കുള്ള രേഖകളുമായി നായനാർ സാറിനെ കാണുന്നതും മുഖ്യമന്ത്രിയുടെ അനുഗ്രഹത്തോടു കൂടി ഈ ഒരു വകുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക രേഖകൾ തയ്യാറാക്കാനുമൊക്കെ ഉള്ള അവസരം എനിക്ക് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ മനുഷ്യൻ്റെ പാടവം, ആ അനുഭവ പരിചയത്തിൽ നിന്നും ഉണ്ടാവുന്ന ഭരണപാടവം നേരിട്ട് കണ്ട ആളാണ് ഞാൻ.
ഒരു മനുഷ്യനോട് ചിരിക്കാൻ സാധിച്ചാൽ ചിരിച്ചിരിക്കണം, പുറത്തുനിന്ന് തട്ടാൻ സാധിച്ചാൽ തട്ടിയിരിക്കണം എന്ന് പറയുന്ന തികച്ചും വ്യക്തിപരമായിട്ടുള്ള, തികച്ചും സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു സമീപനം എല്ലാവരോടും ഉണ്ടാകണം എന്ന വലിയ പാഠം അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ നോർക്കയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറഞ്ഞിരുന്നത് വലിയ വലിയ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നും ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് NRSL എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് പറയുന്നത്. അതൊക്കെ അതിന് മറ്റു പലരും ഉണ്ട്. നീ നോക്കേണ്ടത് പാവങ്ങളുടെ കാര്യമാണ്. ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു തന്നത് വലിയ ഒരു ദർശനമായിരുന്നു. ആ ദർശനം ഇന്നും നോർക്കയെ നയിക്കുന്നു എന്ന് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ ഓർക്കുന്ന മറ്റൊരു ഗുരു ചന്ദ്രശേഖരൻ നായർ സാറാണ്. ചന്ദ്രശേഖരൻ നായർ സാറ് ഒരു പക്ഷേ അദ്ദേഹത്തിനെ ടൂറിസത്തിൽ അധികം പേര് ഓർക്കുന്നില്ല. അദ്ദേഹത്തിന് നമ്മളെല്ലാവരും ഓർക്കുന്നത് മാവേലി സ്റ്റോറിൻ്റെ കാര്യത്തിലും, അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത വളരെ പ്രധാനപ്പെട്ട എത്രയോ പ്രോജക്റ്റുകളുടെയും സ്കീമുകളുടെയും പിതാവെന്ന നിലയിലാണ്. ഞാൻ ഓർക്കുന്നത് കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ എഴുതേണ്ട ആദ്യ പേര് ചന്ദ്രശേഖരൻ നായർ സാറിൻ്റെയാണ്. ഒരു പക്ഷേ ശ്രീനിവാസൻ സാറിൻ്റെയുമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. ചന്ദ്രശേഖരൻ നായർ സാറാണ് അന്ന്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം, 90കളുടെ അവസാനമാണെന്ന് ഓർക്കണം. ഇന്നത്തെ പോലെ സ്വകാര്യ മേഖലയുടെ ശക്തിയും അല്ലെങ്കിൽ സ്വകാര്യ മേഖലയാണ് പ്രഥമമായി നിൽക്കേണ്ടത് എന്ന രീതിയിലുള്ളൊരു സമീപനവും ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, സ്വകാര്യ സംരംഭകർക്ക് വേണ്ട കരുത്തു നൽകുക. നിങ്ങൾ ചെറുകിടക്കാർ, ചെറിയ സ്വകാര്യ മേഖലക്കാരാണ് ഈ നാളത്തെ കേരളത്തിൻ്റെ കരുത്ത്. അങ്ങനെ ഇന്നിപ്പോൾ കേരളം ടൂറിസത്തിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചെറുകിടക്കാരെ കാരണമാണ്. ചെറുകിട മലയാളി സംരംഭകരാണ് ഇന്ന് കേരളത്തിലെ ടൂറിസത്തിൻ്റെ നെടും തൂണുകൾ. അങ്ങനെ അവരെ ആക്കി തീർക്കുന്നതിൽ ടൂറിസം വകുപ്പിന് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പങ്ക് വഹിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് ഒരു ചൂണ്ടുപലകയായി നിന്ന് കാണിച്ചു തന്നത് ചന്ദ്രശേഖരൻ നായർ സാറായിരുന്നു. അത് കഴിഞ്ഞാൽ പറയേണ്ട മറ്റൊരു പേര് ബഹുമാനപ്പെട്ട കോടിയേരി സാറിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർ പലരും ഇവിടെ ഉണ്ടാവും. കോടിയേരി സാറിൻ്റെ ആ വിശാല മനസ്ക, അദ്ദേഹം ഓരോ കാര്യങ്ങളും സുസൂക്ഷ്മമായി കേൾക്കുകയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്യാനും, അദ്ദേഹം അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസയോടുകൂടി പുതിയ മേഖലകളിലേക്ക് കേരള ടൂറിസം കടക്കുമ്പോൾ അതിന് വേണ്ട അനുഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും തരികയും ചെയ്ത ആ 5 വർഷം എൻ്റെ മനസ്സിൽ മായാതെ ജ്വലിച്ചു നിൽക്കും. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞാലും അവസാനം ഞാൻ എത്തി നിൽക്കുക ഇത് നമ്മളെ നയിക്കുന്ന കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മുന്നിലാണ്. നേരത്തെ പറഞ്ഞു, ദുരന്തങ്ങളുടെ കൂടെ ജോലി ചെയ്യേണ്ടി വന്ന ഒരു ഗതികേട് എനിക്കുണ്ട്. 2018 ദുരന്തമുണ്ടായപ്പോൾ കൺട്രോൾ റൂമിൽ ഉറക്കമില്ലാതെ ജോലി ചെയ്ത ഞങ്ങൾ കുറച്ച് പേരുണ്ട്. 2019 ആയപ്പോഴേക്കും 2 വലിയ ഉരുൾപൊട്ടലുകളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പോകേണ്ടി വന്നു. ദുരിതമനുഭവിച്ചവർക്ക് 13 ലക്ഷം പേരാണെന്ന് നമ്മുടെ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്. ആ ക്യാമ്പുകളിൽ നിന്നും ദുരിതമനുഭവിച്ചവരെ രക്ഷപ്പെടുത്തിയെടുക്കുവാനും അവരുടെ നഷ്ടപ്പെട്ട ജീവിതവും ജീവനോപാധികളുമെല്ലാം തിരിച്ചു പിടിക്കാനുമൊക്കെ പോയപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ടും ഏറ്റവും വലിയ മാർഗദർശിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു. എങ്ങനെയാണ് ഒരു ദുരന്തത്തെ സമചിത്തതയോടുകൂടി, സമാധാനത്തോടുകൂടി, കൃത്യതയോടുകൂടി സമീപിക്കേണ്ടത് എന്ന് ഞങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അതിനുശേഷം ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലും അതേപോലൊരു ദുരന്തം, അതേ ഒരു സ്ഥിര മനസ്സോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ, ആ ഗുരുവിൻ്റെ കാൽക്കലിൽ നിന്നും പല കാര്യങ്ങൾ പഠിച്ചു എന്നൊരു സന്തോഷത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. അങ്ങനെ ഏറെ അനുഭവങ്ങൾ തന്നിട്ടുള്ള ഈ സിവിൽ സർവീസ് ജീവിതത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ എൻ്റെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗുരുക്കന്മാരെ ഓർക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ചതും എനിക്ക് അവരുടെ കീഴിൽ പ്രവർത്തിക്കാൻ അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ രാഷ്ട്രീയ നേതാക്കളെ എല്ലാവരെയും, ഒരാളെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഞാനിവിടെ സ്മരിക്കുകയാണ്. ചിലരൊക്കെ നമ്മളെ വിട്ടുപോയി. ഇവിടെ ഈ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും, ഈ ഇന്നത്തെ മന്ത്രിസഭയിലുള്ള ഓരോ മന്ത്രിയും ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നവരാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടിയും ഒരുമയോടുകൂടിയും അവരുടെ കൂടെ ജോലി ചെയ്യാനുള്ള പ്രാപ്തി എനിക്കുണ്ടായി.
അതിനുള്ള അതിനുള്ള അവസരം എനിക്കുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ സർവീസിലുള്ള എൻ്റെ സഹപ്രവർത്തകർ. സർ, ഒരു കാര്യം ഈ പോകുമ്പോൾ പറയണമെന്നുണ്ട് സർ. നമ്മുടെ യുവതലമുറ, നമ്മുടെ സിവിൽ സർവീസ് നമ്മുടെ യുവതലമുറയുടെ കൈകളിൽ ഭദ്രമാണ് സർ. നല്ല കൃത്യതയോടുകൂടി, കാര്യവിവരത്തോടുകൂടി, സഹാനുഭൂതിയോടുകൂടി, ജനങ്ങളെ സേവിക്കാനുള്ള മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു പറ്റം യുവാക്കളും യുവതികളും നമ്മുടെ സിവിൽ സർവീസിൻ്റെ തലപ്പത്തുണ്ട്, IAS-ലുണ്ട് എന്ന് കാണുമ്പോൾ അവരുടെ ഈ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവരുടെ ഭാഗമായി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയെന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് സർ ഞാനിന്ന് പടിയിറങ്ങുന്നത്. എനിക്ക് സെക്രട്ടേറിയറ്റിലെ എൻ്റെ സഹപ്രവർത്തകർ തന്നിട്ടുള്ള സ്നേഹം വാരിക്കോരിയാണ് തന്നിട്ടുള്ളത്. ഞാൻ ജോലി ചെയ്ത 8ഓ 10ഓ വകുപ്പുകളിലെ എൻ്റെ സഹപ്രവർത്തകർ മാത്രമല്ല, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടും പെരുമാറിക്കൊണ്ടുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 10-20 വർഷം പല സമയങ്ങളിലായി ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഞാൻ ജോലി ചെയ്തപ്പോൾ എന്നോട് സ്നേഹത്തിൽ പെരുമാറിയവരും എൻ്റെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരോടും ഞാൻ ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എന്നോട് സഹകരിച്ച, എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന, അനുമോദനങ്ങൾ തന്ന എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഒരു പ്രത്യേക നിമിഷമാണിത്. എൻ്റെ ഭർത്താവിനോട് യാത്ര പറയുകയാണ് സർവീസിൽ നിന്ന്. ഞങ്ങൾ 34 വർഷം ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരുമിച്ച് ഇറങ്ങുമെന്ന് തന്നെയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഇനി 8 മാസം അദ്ദേഹം ഇല്ലാതെ സർക്കാർ സർവീസിൽ വർക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ എന്നുള്ളൊരു ചെറിയൊരു അങ്കലാപ്പിലാണ് ഞാൻ. പക്ഷെ അതിരിക്കട്ടെ, ഇന്ന് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറി, നാളെ വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വിന് യാത്രയയപ്പ് ചടങ്ങിൽ പങ്കുചേരാനാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഔദ്യോഗികമായിട്ടും സ്വാഗതം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം IAS ഗാർഡനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഇന്നലെയാണെന്ന് തോന്നുന്നു വേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, കേരളം കണ്ടിട്ടുള്ള ഭരണ നേതാക്കളിൽ വെച്ച് ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ലീഡറാണ്. ആ ലീഡറിനെ അടുത്ത് നിന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത് കൊണ്ട് തന്നെ എത്രത്തോളം ബഹുമാനത്തോടു കൂടിയും ആദരവോടും കൂടിയാണ് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഡോക്ടർ വേണു അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് എന്ന് ഞാൻ നേരിട്ട് അറിഞ്ഞ അനുഭവമുണ്ട്. നമുക്കെല്ലാവർക്കും തന്നെ ലീഡർഷിപ്പ് നൽകുന്ന, ദിശാബോധം നൽകുന്ന, പലതരത്തിലുള്ള ദുർഘടവും അല്ലാതെയുമുള്ള വഴികാട്ടിയുമായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സ് ശ്രീ K. രാജൻ വന്നിട്ടുണ്ട്, ശ്രീ ശിവൻകുട്ടി വന്നിട്ടുണ്ട്, ശ്രീ കൃഷ്ണൻകുട്ടി, ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ശ്രീ ശശീന്ദ്രൻ, ശ്രീ യാസ് മുഹമ്മദ്, ശ്രീമതി ബിന്ദു, ഇന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങളുടെ കൂടത്തിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദം, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നവരും പുറത്ത് വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ളവർ കുറേയധികം ഓഫീസേഴ്സും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ തന്നെ നല്ലൊരു വിഭാഗം ആളുകൾ ഇവിടെ കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ പേരെങ്കിലും ഡോക്ടർ വേണുവിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ളൊരു സുഹൃത്ത് മേഘാലയയിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്, ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഡോക്ടർ വേണുവിൻ്റെയും എൻ്റെയും കുടുംബത്തിലെ അംഗങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒറ്റ വാചകത്തിൽ സ്വാഗതം അരുളിക്കൊണ്ട് നിർത്തുന്നു. ഡോക്ടർ വേണുവിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. താങ്ക് യു. ഈ യാത്രയയപ്പ് ചടങ്ങിൽ
ആശംസ അർപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഞാൻ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീമതി ബിന്ദു, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ശശീന്ദ്രൻ, ശ്രീ കൃഷ്ണൻകുട്ടി, ശ്രീ ശിവൻകുട്ടി, ശ്രീ രാജൻ, ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർക്കും ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ സദസ്സിലുള്ള നിങ്ങളെ ഓരോരുത്തർക്കും എൻ്റെ പേരിലും യോഗത്തിൻ്റെ പേരിലും ഒരൊറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.